നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന തമിഴ്നാട് സർക്കാർ കേസിലെ സുപ്രീം കോടതി വിധിയിൽ പ്രതീക്ഷയർപ്പിച്ച് കേരളം. അടുത്ത മാസം കേരളത്തിന്റെ സമാന സാഹചര്യത്തിലുള്ള കേസ് പരിഗണിക്കുമ്പോൾ അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണങ്ങളിൽ വ്യക്തമാകുന്നത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 23 മാസമാണ് അനിശ്ചിതമായി നീട്ടിയതെന്നാണ് സംസ്ഥാന സർക്കാർ വിവാദം. സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം വെട്ടുന്ന സർവകലാശാല ഭേദഗതിയുടെ 2 ബില്ലുകൾ സഹിതം 7 എണ്ണമാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ ലോകായുക്തയുടെ അധികാരം കവരുന്ന ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ച് സംസ്ഥാനത്തിന് അയച്ചു. നിയമസഭ പാസാക്കിയ 2 ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടാതെ വർഷങ്ങളായി രാഷ്ട്രപതി ഭവനിൽ കാത്തുകിടപ്പുണ്ട്. 2016 മലയാള ഭാഷാ ബില്ലും 2022 മോട്ടോർ തൊഴിലാളി ഭേദഗതി ബില്ലുകളുമാണിത്. ചാൻസലറുടെ അധികാരം കവരുന്ന സർവകലാശാല ഭേദഗതി ബില്ലുകൾ, യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബിൽ, മിൽമ ഭരണം പിടിച്ചെടുക്കുന്നതിനുള്ള സഹകരണ ഭേദഗതി ബിൽ, സർവകലാശാല സെർച്ച് കമ്മിറ്റി വിപുലീകരണ ബിൽ തുടങ്ങിയവ ഒപ്പിടാതെ രാഷ്ട്രപതി മടക്കിയിരുന്നു. കഴിഞ്ഞ നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ലുകൾ, സ്വകാര്യ സർവകലാശാല രൂപവൽക്കരണ ബിൽ, വയോജന കമ്മീഷൻ ബിൽ തുടങ്ങിയവ സർക്കാർ വൈകാതെ ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കും. ചാൻസലറുടെയും വൈസ് ചാൻസലർമാരുടെയും അധികാരം വെട്ടിക്കുറയ്ക്കുകയും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുകയും ചെയ്യുന്ന പുതിയ സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒപ്പിടുമോ എന്ന കാര്യവും ഈ സാഹചര്യത്തിൽ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ പോരിന്റെ വർഷങ്ങളായിരുന്നുവെങ്കിൽ ആർലേക്കർ ഗവർണറായ ശേഷം സർക്കാരുമായി ഒത്തുപോകുകയാണെന്ന വ്യത്യാസവുമുണ്ട്.